ഇതെന്നാണോ? ഇത് മുല്ലപ്പൂ എന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. അണ്ണാ ഇതെന്നാണോ? ചക്കപ്പഴമാണ്. ചക്കപ്പഴം അണ്ണാൻ അത് ചകിണിയെല്ലാം കളഞ്ഞ് വിൽക്കാൻ വെച്ചേക്കുക. കട ചിന്നதாக இருந்தாலும் இந்த ஒரு மிஷின் இருக்குது, பெருசாக இருக்குது. ഞാവൽപ്പഴം ഇതെന്നാണോ? ചെറി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒന്നുകൂടെ തമിഴ്നാട് വന്നു. തമിഴ്നാട് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നു കേട്ടോ. കമ്പത്തോട്ടാണ് പോകുന്നത്. ഒരു കുതിരക്കുട്ടൻ, ഒരു കുഞ്ഞു കുതിരയാണേ. മറ്റേ കണ്ണെല്ലാം കെട്ടി മറിച്ചേക്കുക, അതായത് സൈഡൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ്. നേരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തമിഴ്നാടിൻ്റെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ കണ്ട അതൊരു കുതിരക്കുട്ടനാണ്. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുക ആണോ. അപ്പോൾ നമുക്കിനി നേരെ കമ്പത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊന്ന് പോകാം. തമിഴ്നാട് വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഇതുപോലുള്ള അമ്പലങ്ങളാണ്. തൊട്ടപ്പുറത്ത് വേറെണ്ണമുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നതേ ഒരു കമ്പത്താണ്, എന്നാലും കമ്പത്തിൻ്റെ സിറ്റിക്കുള്ളിലാണ്. എനിക്കൊരു വഴിയോ ഒന്നും തിട്ടമില്ല. ഞാൻ ചുമ്മാ ഒന്ന് ഉള്ളിലോട്ട് കയറിയത്, തിരിച്ചിപ്പോൾ പോകാൻ വഴി അറിയത്തില്ല. അതാണ് വേറൊരു രസം. അപ്പോൾ നെല്ലിക്ക, ഇത് ഞാവൽപ്പഴം, ഇതെന്നാണോ? ചെറി. ആ, ഇതെനിക്കറിയത്തില്ല കേട്ടോ. ചെറിപ്പഴം. ഓക്കെ. ആ ഓക്കെ ഓക്കെ. പുരിയത്. ഓക്കെ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ, ഇത് നെല്ലിക്ക. ഇത് മുളക് പൊടി, ഉപ്പ്, അത് മതിയല്ല. ഇത് സൂപ്പറാണ്. ഇതൊക്കെ എவ்வளோ കിലോ? 4 കിലോ 50 രൂപ. ഓക്കെ, ശരിയാണോ? നമ്മളിപ്പോൾ കണ്ട ആ ഒരു കറുത്ത ആ ഒരു പഴമില്ല, അത് ഞാവൽപ്പഴം എന്ന് പറയും. അതൊക്കെ ചവിട്ടി മെതിച്ച്, അതായത് വെറുതെ ഒരു രസത്തിന് നടന്നിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ ചവിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ വില 4 കിലോ 50 രൂപ. അതായത് 1 കിലോ വരുമ്പോൾ 200 രൂപ. ഇതുണ്ട് ഇവിടെ എല്ലാം പഴങ്ങൾ കാണുന്നുണ്ട് എല്ലാം. അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സുകൾ അധികമായിട്ട് കിട്ടും കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഫ്രൂട്ട്സിനോട് ഭയങ്കര കമ്പമാണ്. ഇതെല്ലാം ഇതാണ് ഹൈവേ. അപ്പോൾ ഇത് അമ്പലമില്ലാതെ നമുക്കിനി തമിഴ്നാട് കാണാൻ പറ്റത്തില്ല. ഞാനേ ഒരു സാധനം കണ്ടേ, ഇതുണ്ടോ? ഇത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി, ഇവരിത് എന്തോ വേവിച്ച് കഴിക്കുന്ന എന്തോ ഒരു സാധനമാണ്. ഇത് നമ്മുടെ അവിടെ വരുമ്പോൾ മഴത്തേലൊക്കെ ഈ സാധനം വളർന്നു നിൽക്കുന്നതാണ്. ഇതിനൊരു പേരുണ്ട്. ഇതെന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ ആ കടയിലെ ആ ചേട്ടനോട് തന്നെ ഒന്ന് നൈസായിട്ട് ചോദിച്ചു നോക്കാം. ഇതൊരു പഴക്കടയില്ലേ അണ്ണാ? ഇതെന്നാണോ? അതെ, മൂട്ടുവലി, മുളങ്കാവലി, വാദം. ആ, ഇതൊക്കെ സൂപ്പായിട്ട് വെച്ചാൽ. ഓ, സൂപ്പ് വെച്ച് സാപ്പിടുന്നത്. സൂപ്പ് വെച്ച് സാപ്പിടുന്നത്. ഓ ശരി. இதுக்கு எவ்வளோ கிலோ விலை? கிலோ 100 ரூபா. கிலோ 100 ரூபா. இது போல விற்பனை ஆகிருக்கு. ஓகே, வித்தியாசமாக இருக்குது. அதுதான் மூட்டு வலி, முழங்கால் வலி, கைகால் வலி, இடுப்பு வலிக்கு சூப்பு வச்சா கண்டதான். വാദം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് നമ്മുടെ ഇവിടെ മരത്തെ കൂടെ ഒക്കെ കിളുത്ത് വയ്ക്കുന്ന സാധനമാണ്. ശരിയാണോ? ഓക്കെ. പിന്നെ ടീക്കട, ബജിക്കട, അതൊക്കെയാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ കാഴ്ചകൾ. നമുക്കിപ്പം മൊത്തം ഒന്ന് റൗണ്ട് അടിക്കാം. ഇത് മല്ലിപ്പൂ, ഇത് ഇവർ മുല്ലപ്പൂ എന്ന് പറയും. ഇത് എന്നത് ജാതിപ്പൂ. ഇത് വ്യത്യാസമായിരിക്കും. ഇത് ജാതിപ്പൂ. ഇത് റോസാപ്പൂ. ഇത് ജമന്തി. അണ്ണാ ഇത് എന്നാണോ? இது எது கறி வைக்கிறதுக்கா? சாப்பிடுறதுக்கு. சும்மா சாப்பிடலாமா? சாப்பிட்டு பாரு. ஆ, சூப்பராக இருக்கு. சூப்பராக இருக்கும். கொள்ளலாம். இது
ஃபுல்லாகவே சாப்பிடலாமா? ஃபுல்லாக வராது, இவ்வளவுதே வரும். ഇവിടെ വരയ്ക്കും വരും അതല്ലേ? அவ்வளவுக்கு வரும். 300 ரூபா. ഇതാണ് സാധനം കേട്ടോ. சாப்பிட்டு நல்லது, வயிற்று அலசர் கல்லടപ്പ് எல்லாத்துக்கும். സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ തമിഴ്നാട് വരുമ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്ക്. അതായത് പൊങ്ങില്ലേ, നമ്മളിപ്പം തേങ്ങയുടെ അകത്തിരിക്കുന്ന പൊങ്ങ്, അത് തിന്നുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. അതെ, ഇത് പാനിപ്പൂരി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ബായ് ആണിത്. തമിഴാമ ഹിന്ദി ஓ சரி. ஸ்வீட்ஸா எப்படி இது டேஸ்ட் வருது? நல்லா இருக்கு. ஸ்வீட்ஸா இல்லை புளிப்? ஓகே ஓகே. மல்லி புதினா பச்சை மல்லி புதினா பச்சை புளி இதுதான் எல்லாம் மிக்ஸ் பண்ணி வச்சிருக்கு. கலங்க ஆனியன். ஓகே ஓகே. எல்லாம் கலங்க ஆனியன். எப்படி வருது செட் ஆஃப்? எப்படி கேஷ் எவ்வளோ? 1 plate 20 rupees. 6 piece. 6 piece 20 rupees. ഓക്കെ ഓക്കെ. അപ്പം കമ്പത്തെ ബസ്, അതായത് തമിഴ്നാടിൻ്റെ വണ്ടിയാണ് ഈ പോകുന്നത്. അങ്ങനെ കമ്പം ബസ് സ്റ്റാൻഡിൽ വന്നു. കമ്പം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മളുടെ നാട്ടിലത്തെ പോലെ ഒരു വലിയ തിരക്കോ ബഹളമൊന്നുമില്ല, എന്നാലും അടിപൊളിയാണ്. ഈ ബസ് കണ്ടോ, കളർഫുള്ളായിട്ടുള്ളൊരു ബസ്, അതായത് വെട്ടിത്തിളങ്ങുന്ന പോലൊരു വണ്ടി. അത് സൂപ്പറല്ലേ ആ വണ്ടി പോകും. ഇത് അടുത്ത ഇത് പ്രൈവറ്റ് ബസ്സാണോ? അല്ല, ഇത് ഗവൺമെൻറ് വണ്ടിയാണ് കേട്ടോ. ഇത് പ്രൈവറ്റാണ്. അതായത് വ്യത്യസ്തമായ രീതികളിലും വ്യത്യസ്തമായ കളറുമാണ് ഇവിടുത്തെ ഒരു രീതി. ഈ കാണുന്ന ആ 3 വണ്ടികളും ഗവൺമെൻറ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നത് ഇതുപോലൊരു വണ്ടിയിലാണ് കേട്ടോ. അതായത് ടിക്കറ്റ് ചാർജൊക്കെ വളരെ കുറവാണ്, നമ്മുടെ നാട്ടിലത്തെ പോലൊന്നുമല്ല. വളരെ തുച്ഛമായ പൈസയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും കേട്ടോ. അതാണ് തമിഴ്നാടിൻ്റെ വേറൊരു വ്യത്യാസം. DMD പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു കമ്പം ബസ് സ്റ്റാൻഡ് എന്ന് വേണേൽ പറയാം. ഫുള്ളായിട്ട് DMD സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ DMD പോയി. ഞാനൊരു ചായ പറയാം. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അതാണ് കേട്ടോ. അതായത് ഇത് തമിഴ്നാട്ടിലെ ടീക്ക് വേറൊരു സ്വാദാണ്, അത് സൂപ്പറായിരിക്കും. ഇഞ്ചി ടീ കൊള്ളാം, നൈസാട്ടോ. കുറച്ച് ഇവിടുന്ന് ചായ കുടിക്കുന്നവർക്കറിയാം, കുറച്ച് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ഇഞ്ചിയാണ് മെയിൻ. ഇഞ്ചി, അതായത് ചായക്കകത്ത് ഇഞ്ചി പൊടിച്ച് ചേർക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചിലർ കോഫി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. കോഫി നല്ല ചായ ആണെങ്കിലും അടിപൊളിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ചായയാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വയം തൊഴിൽ. അതായത് ഒരു വീട്, ആ വീടിനോട് ചേർന്ന് കട, ഇതവരുടെ വീടായിരിക്കും, ആ വീടിനോട് ചേർന്ന് കട എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രീറ്റിൻ്റെ ഓരോ ബിൽഡിങ്ങിൻ്റെ കൂടെയും ഒരു ചെറിയൊരു കടയുണ്ടാവും. അവർക്ക് അവരുടെ അന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിയിൽ എല്ലാ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടൊരു കട. ഇത് ഇവരുടെ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അവരുടെ വീടായിരിക്കും, ആ വീടിൻ്റെ കൂടെ ഒരു കട. ഇത് സെയിം തന്നെ കട, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചു കട, അവിടെ അത്യാവശ്യം ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഡിഫറെൻ്റായി ഇവർക്ക് ഉണ്ടോ. അന്ന് ഇവിടെ ഈ ബൈക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, ഇതാ ഇവരുടെ ആ വണ്ടി. അപ്പം കട ഇതാണ്. എന്നായിരുന്നുണ്ടോ, ഫിനിഷ് പഠിക്കൊണ്ടിരിക്കുവാണ്. அண்ணே, அது உள்ளே ஒரு மிஷின் இருக்கு இல்லையா, அங்கே அது எதுக்கு?
அந்த பெருசாக இருக்குது, இவ்வளோ பெருசாக இருக்குது. இது என்னது? டிஜிட்டல் ப்ளஸ். இது வந்து பெருசாக பேனர் அந்த மாதிரி செய்துக்கா? 2 feet. ஆமாம், புரியுது. ஓகே அந்த மாதிரி இவ்வளோ சைஸ் வரும் அல்ல? 2 feet. இவ்வளோ கடை சின்னதாக இருந்தாலும் இந்த ஒரு மிஷின் இருக்குது, பெருசாக இருக்குது. ചക്കപ്പഴമാണ്. ചക്കപ്പഴമാണ്. അത് ചകിണിയെല്ലാം കളഞ്ഞ് വിൽക്കാൻ വെച്ചേക്കുക. ഇത് മറ്റേ ആ ഒരു പഴം. ഈ പഴത്തിൻ്റെ നെയിം എന്നാണോ? ഡ്രാഗൺ പഴം. അത് ഞാവൽപ്പഴം. ഇത് എവ്വളോ? 1 കിലോ 50. നമ്മുടെ അവിടുത്തെ ചക്കപ്പഴമാണ്. ഇത് നമ്മൾ രാവിലെ പറഞ്ഞ ആ ഒരു ഞാവൽപ്പഴം. ഇത് ഡ്രാഗൺ പഴം. ഇതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നില്ല. കണ്ടോ, 1 കിലോ 50 രൂപ, 1 കിലോ 200 രൂപ. അപ്പം കണ്ടില്ലേ, ഇതുപോലുള്ള കച്ചവടങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നുണ്ടോ. നമ്മളവിടെ നിസ്സാരമായിട്ട് കളയുന്ന ചക്കപ്പഴമാണ് ഇവർ അണ്ണന്മാർ ഇവിടെ വിൽക്കുന്നത്. ഇതെന്നാണോ? പുളിയാ? ശരി. ഇതും എനിക്കറിയത്തില്ല. ഇത് ഡിഫറെൻ്റായിട്ട്. ഇത് നെല്ലിക്ക, അതറിയാമല്ലോ, ചക്കവെള്ളം. ഈ സാധനം നമ്മളവിടെ ചുമ്മാ ചവിട്ടി പറിച്ച് ദൂരെ കളയുന്ന സാധനമാണ്. ഇതിവിടെ 1 കിലോ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളാണ് തമിഴ്നാടിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി തമിഴ്നാട് കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പം തുടരും, അടുത്ത വീഡിയോ കാണാം. ബൈ.